എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹ വന്ദനങ്ങൾ. നമ്മുടെ ഭാരതം പിന്നെയും തീവ്രവാദത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എന്ന പോലെ നമ്മുടെ ഭാരതത്തിലും ഇസ്ലാമിക തീവ്രവാദം തല ഉയർത്തിയിരിക്കുകയാണ്. മോദിയുടെ വരവോടുകൂടി തീവ്രവാദം മുഴുവൻ കെട്ടടങ്ങി എന്നാണ് ഇവിടെ ആൾക്കാർ വീമ്പിളക്കിയിരുന്നതെങ്കിൽ അല്ല, തീവ്രവാദം കൃത്യമായി അതിന്റെ അണ്ടർഗ്രൗണ്ടിൽ വളരുന്നു എന്നത് വ്യക്തമാണ്. ബൈബിൾ പറയുന്നത് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോവുക മാത്രം വേണം. അപ്പോൾ AD 60-കളിൽ അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നു എന്ന് പൗലോസ് ലീഗൻ പരാമർശിച്ചു വെക്കുമ്പോൾ AD 500-കൾക്ക് ശേഷമാണ് ഇസ്ലാം എന്നൊരു മതം കുറച്ചുകൂടി ഭംഗിയുള്ള നിലയിൽ അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന തിന്മ എന്നതിനേക്കാൾ ഉപരിതലത്തിൽ തന്നെ പ്രവർത്തിക്കത്തക്ക നിലയിൽ അത് ഉടലെടുക്കുന്നത്. അത് മുഹമ്മദിലൂടെയാണ് പുറത്തേക്ക് വന്നതെന്ന് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ബഹുദൈവാരാധികളായ ഖുറൈശികളുടെ 359ഓളം ദൈവങ്ങളെ മാറ്റിവെച്ചിട്ട് അല്ലെങ്കിൽ തച്ചുടച്ചിട്ട് ഒരെണ്ണത്തെ എടുത്തു വെച്ച് ഇതാണ് ഏക ദൈവമെന്ന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ആ ദൈവമാണ് ഒറിജിനൽ ദൈവമെന്ന് വിശ്വസിക്കാൻ ജനത്തെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. അത് വിശ്വസിക്കാത്ത ജനതയെ മുഴുവൻ കൊന്നൊടുക്കണമെന്നും അമ്മാതിരി ഉള്ളവരെല്ലാം കഫീറുകളാണെന്നും ലോകത്തിൽ ജനതയെ പഠിപ്പിച്ച ഒരു ഫിലോസഫിയാണ് ഇസ്ലാമിക തത്വശാസ്ത്രം. ഈ ഇസ്ലാമിക തത്വശാസ്ത്രം ഇന്ന് ലോകത്തിലെല്ലായിടത്തും ഒരു പൊതു ശത്രുവായി, ഒരു പബ്ലിക് ന്യൂയിസൻസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. ജർമ്മനിയിൽ ഇസ്ലാമിക പേരുള്ളവരെ തന്നെ നാടുകടത്തുന്ന തലത്തിലേക്ക് അവർ മാറി. കാരണം അത്രയധികം തിന്മയാണ് ഈ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർ ഉണ്ടാക്കി വെക്കുന്നത്. അത് ആ വ്യക്തികളെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരം ഫിലോസഫി തലയിൽ കയറിയ തലച്ചോറുകളിൽ വെടിവെച്ചിട്ടൊന്നും ഇതിനെ അവസാനിപ്പിക്കാൻ കഴിയില്ല. ഈ തത്വശാസ്ത്രത്തിന്റെ വ്യാപനത്തെ കൃത്യമായ നിലയിൽ തടസ്സം ചെയ്യാൻ ഗവൺമെന്റുകൾക്ക് കഴിയണം. പക്ഷെ അതാവില്ല. കാരണം അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരുന്നൊരു കാലമുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്. ഏദനിൽ ആദമിന്റെ കാലത്ത് മാനവകുലത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ വേണ്ടി സർപ്പത്തിൽ പ്രവേശിച്ച് ഏദനിലെത്തി ഹവ്വായെ ഉപായത്താൽ ചതിച്ച അതേ ചെകുത്ത് മാനവകുലത്തിൽ അനവധി വരെ ഉപായത്താൽ ചതിക്കേണ്ടതിന് വേണ്ടി ഇന്ന് ഭൂപ്പരപ്പിൽ ആകമാനം അലറുന്ന സിംഹമെന്ന പോലെ ചുറ്റിത്തിരിഞ്ഞു നടക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം കൃത്യമായി പ്രസ്താവിച്ചിട്ടുണ്ട്. പൗലോസ് ലീഗന്റെ കാലത്ത് ഈ അധർമ്മത്തിന്റെ മർമ്മം അണ്ടർഗ്രൗണ്ടിൽ മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്നും സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഭൂപ്പരപ്പ് വിടുമ്പോൾ അധർമ്മം അല്ലെങ്കിൽ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരുമെന്നും തെസലോനിക്കർക്കെതിരെ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് ലീഗൻ ഭംഗിയായി വരച്ചു കാട്ടുകയാണ്. അയാളുടെ യാത്രയ്ക്ക് ശേഷം പിന്നെയും ഒരു 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഹമ്മദിന്റെ വരവെന്ന് നമ്മൾ അറിയണം. യോഹന്നാൻ അപ്പോസ്തലനും യേശുക്രിസ്തുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കാത്ത ജനതയുണ്ടാകുമെന്നും അവർ തന്നെയാണ് എതിർ ക്രിസ്തുവെന്നും വളരെ വ്യക്തമായി തന്റെ ലേഖനങ്ങളിലൂടെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. യോഹന്നാന്റെ കാലത്തിനും 400 കൊല്ലങ്ങൾ കഴിയുമ്പോഴാണ് മുഹമ്മദ് നബി യേശുക്രിസ്തു ദൈവമല്ല എന്നും യേശുക്രിസ്തു മശിഹയല്ല എന്നും യേശുക്രിസ്തു ദൈവപുത്രനല്ല എന്നും യേശുക്രിസ്തു വെറും മനുഷ്യനോ പ്രവാചകനോ ആണ് എന്നും ആ പ്രവാചകന്റെ പുറകെ വന്ന ഒടുവിലത്തെ പ്രവാചകനാണ് നബി എന്നും തന്നെത്താൻ അവതരിപ്പിക്കുന്ന ഒരു കാലമുണ്ടായി. അതാണ് ബൈബിൾ പറയുന്നത്. ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള എല്ലാറ്റിനേക്കാളും തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാണ് ഈ വരാനിരിക്കുന്ന എതിർ ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ AD 70 മുതൽ ആ ശക്തി വളരെ സ്ട്രോങ് ആയി
ദേശത്തിൽ പ്രബലമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യത്തും അവരവിടുത്തെ രാഷ്ട്രീയക്കാരുടെ സ്വാധീനം പിടിച്ചു പറ്റിക്കൊണ്ട് വളരെ കൗശലതയോടുകൂടി വളരാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം. നിങ്ങളറിയണം, ഇന്ത്യൻ മണ്ണിൽ ഈ ഫിലോസഫി പഠിപ്പിക്കാൻ ഗവൺമെന്റ് കാശ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലെ രസം എന്ന് പറയുന്നത്, ഗവൺമെന്റ് ഖജനാവിലെ കാശ്, നികുതി പണം ഇവർക്ക് കൊടുത്ത് ഈ തീവ്രവാദം പഠിപ്പിച്ചെടുത്ത് ആ തീവ്രവാദം ഇവിടെ നടപ്പിലാക്കുമ്പോൾ അതേ ഗവൺമെന്റ് അതേ നികുതി പണം വെച്ച് പട്ടാളത്തെ കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. ഇതിനേക്കാളും എത്രയോ നല്ലതായിരുന്നു ഈ ഫിലോസഫി ഇന്ത്യൻ മണ്ണിൽ പടരാതെ വണ്ണം അതിന്റെ വേരറുക്കുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ. ആദ്യമായി ഈ ഫിലോസഫി ഇടം പിടിച്ച സ്ഥലം സൗദി അറേബ്യ ആണല്ലോ. ഇന്ന് സൗദി അറേബ്യ ഭരിക്കുന്ന നേതാവ് ഈ പുസ്തകത്തോട് യാതൊരു മാന്യതയും കാണിക്കുന്നില്ല. അദ്ദേഹം എന്ന് മാത്രമല്ല, അവിടുത്തെ അഴുക്ക് ചാലുകളിൽ വരെ ഈ ഫിലോസഫികൾ അടങ്ങിയ കുത്തിക്കെട്ടിയ പുസ്തകങ്ങൾ കൂട്ടത്തോടെ കാണുവാൻ കഴിയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഓരോ ദേശത്തെ നശിപ്പിക്കുക എന്നതല്ലാതെ ഈ ഫിലോസഫിക്ക് ഒരു ദേശത്തെ പോലും നന്മയിലേക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത നമ്മൾ വിസ്മരിക്കരുത്. നിങ്ങൾ അമേരിക്ക എടുത്തു നോക്കൂ, അവിടെ ക്രൈസ്തവർക്കെതിരെയാണ് ഈ ഇസ്ലാമിക തീവ്രവാദം നടമാടുന്നത്. ജർമ്മനിയിലും ഫ്രാൻസിലും ഇറ്റലിയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെ നിങ്ങൾ നോക്കൂ, അവിടെ ക്രൈസ്തവർക്കെതിരെയാണ് ഇവരുടെ തീവ്രവാദം നടക്കുന്നത്. അവിടെ മാറി നിങ്ങൾ ഇസ്രായേലിലേക്ക് വരൂ, അവിടെ ഇസ്രായേൽ ജനതയ്ക്കെതിരെ അല്ലെങ്കിൽ യഹൂദ മതത്തിനെതിരെയാണ് ഇവരുടെ പോരാട്ടം. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് ആരംഭിച്ചു വച്ച യുദ്ധം ഇന്ന് ഇസ്രായേൽ നിർത്താതെ ഉഷാറായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മധ്യ ഏഷ്യയിലെ ഭൂപടം തന്നെ മാറി. ഹമാസ് പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടു. ചുറ്റുപാടുമുണ്ടായിരുന്ന എല്ലാ തീവ്രവാദ സംഘടനകളെയും നിലംപരിചാക്കിയിരിക്കുകയാണ്. ഹിസ്ബുള്ളെ ആയാലും ഹൂതികളെ ആയാലും ഒക്കെ നശിപ്പിച്ചിരിക്കുക. പക്ഷെ ഇപ്പോൾ അവരുടെ സപ്പോർട്ട് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നു എന്നും അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചതാണ് എന്നുമാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ മൊസാദിന്റെ അടക്കമുള്ള ടീമുകൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് എന്നും അങ്ങനെ കൃത്യമായി ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഭീകരവാദത്തിന്റെ വേരറുക്കുവാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ലോകത്തെമ്പാടും നമുക്കറിയാലോ. ഇന്ത്യയിൽ ഈ ആക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ ആദ്യം വിളിച്ചത് റഷ്യൻ പ്രസിഡന്റ് ആണ്. അത് കഴിഞ്ഞ് വിളിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവാണ്. പിന്നീട് ട്രംപ് വിളിക്കുന്നു. അപ്പോൾ എല്ലാവരും ചേർന്ന് ഇന്ന് ലോകത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തെ വേരറുക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ അതിൽ ഇന്ത്യയും മുൻപിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്കേറ്റ പ്രഹരം ഇസ്രായേൽ കൂടി ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യം മാറുകയാണ്. അപ്പോൾ ഇതിപ്പോ ഇന്ത്യയുടെ മാത്രം വിഷയമല്ല, ഇതൊരു അന്താരാഷ്ട്ര ഇഷ്യൂ ആയി ഇത് മാറാൻ പോകുന്നു എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന വസ്തുതയാണ്. അപ്പോഴും ഇസ്ലാമിലുള്ള ആരെങ്കിലും, കുഞ്ഞാലിക്കുട്ടി ആയിക്കോട്ടെ, കാന്തപുരത്തിൽ ആരൊക്കെ ഇല്ല ആൾക്കാര്, ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഇവരാരെങ്കിലും ഈ ചെയ്തത് തെറ്റായി പോയി എന്നോ ഇത് അനിസ്ലാമികമാണെന്നോ ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞില്ല. നമ്മൾ പറയാറുണ്ട്, ഇവിടെ ഒരുപാട് നല്ല ഇസ്ലാമികളുണ്ടെന്ന് പറയാറുണ്ട്. ഇവർ ഈ ഗ്രന്ഥം തന്നെയാണോ ഫോളോ ചെയ്യുന്നത്? ഇവർക്ക് നല്ല മനുഷ്യരാവാൻ കഴിയില്ല. കാരണം ഇവർ ആ പുസ്തകത്തിൽ പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിച്ച് പോയാൽ, ഇവര് ബാങ്ക് കൊടുക്കുന്നുണ്ടല്ലോ അതാണ് ശരിയെന്ന് ഇവർ വിശ്വസിച്ച് പോയാൽ ഈ ജനതയെ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ല. മറ്റെല്ലാ മതങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ. ക്രിസ്തു മതമായാലും ഹിന്ദു മതമായാലും ബുദ്ധമതമായാലും ജൈനമതമായാലും സിഖിസമായാലും ഏതോ ആയിക്കോട്ടെ, ഇവരാരും എടുക്കുന്നതിനേക്കാൾ എഫർട്ട് ഇസ്ലാം അവരുടെ മതത്തിന്റെ വ്യാപനത്തിന് വേണ്ടി എടുക്കുന്നുണ്ട്. അവരുടെ കൊച്ചുകുട്ടികളെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തിൽ മലപ്പുറം കോഴിക്കോട് വഴിയൊക്കെ എനിക്ക് യാത്ര ചെയ്യേണ്ടതായി വന്നു. വെളുപ്പിന് 4 മണിക്കും 5 മണിക്കും അവരുടെ കൊച്ചുകുട്ടികൾ യാത്ര ചെയ്ത് അവരുടെ മദ്രസകളിൽ പോവുകയാണ്. എന്തിനാണ്? ഈ തീവ്രവാദം പഠിക്കാൻ. ഇതിന് പഠിപ്പിക്കാൻ വേണ്ടി ചെലവ് കൊടുക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ആണെന്നതും നമ്മൾ വിസ്മരിക്കരുത്. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ടാക്സ് കാശ് വെച്ച് ഈ കുട്ടികളെ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മതത്തിന്റെ ആൾക്കാരാക്കി മാറ്റുകയാണ്. വേഷത്തിൽ പോലും. അതാണ് ഞെട്ടിപ്പിക്കുന്നത്.
കൊച്ചുകുട്ടികളെ പോലും തൊപ്പിയും വച്ച് അതേ വേഷത്തിലാക്കി, പെൺകുട്ടികളെ മുഴുവൻ കറുത്ത തുണി മൂടി, ശരിക്കും അവരെ മതത്തിന്റെ ആൾക്കാരാക്കി മാറ്റി. പുറത്തുള്ളതൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിക്ക് ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഈ വിഷം ഒട്ടും വെള്ളം ചേർക്കാതെ ഇവർ നിറയ്ക്കുകയാണ്. ആ കുട്ടികൾക്ക് മാറി ഒന്ന് ചിന്തിക്കാനാവില്ല. അത് കുട്ടികളുടെ കുഴപ്പമല്ല, ആ ഫിലോസഫിയുടെ കുഴപ്പമാണ്. ഇവരുടെ ആക്രമണത്തിന്റെ നേച്ചർ നിങ്ങൾ കാണുന്നുണ്ടോ? ഇവരുടെ ആക്രമണത്തിന്റെ നേച്ചറിൽ രാജ്യം ആരെന്നുള്ളത് അവർക്കില്ല. അവർക്ക് ഒറ്റ നോട്ടേ ഉള്ളൂ, ഇസ്ലാം ആണോ അല്ലയോ. അതാണ് നമ്മളിപ്പോൾ കാശ്മീരിൽ കണ്ടത്, ജമ്മുവിൽ കണ്ടത്. ആൾക്കാരുടെ കുപ്പായം ഉയർത്തി നോക്കി ഇസ്ലാം ആണെന്ന് ഉറപ്പുവരുത്തി അവരെ പറഞ്ഞു വിടുകയും ഇസ്ലാം അല്ലാത്തവരെ മുഴുവൻ വെടിവെക്കുകയുമാണ് ചെയ്തത്. നിങ്ങൾ നോക്കൂ, ഈ ഇന്ത്യൻ മണ്ണിൽ ജനിച്ചു വളർന്ന ആൾക്കാർ ഇന്ത്യൻ മണ്ണിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ചെന്നിടത്ത് അവിടെ ഇട്ട് വെടിവെക്കുക എന്ന് പറഞ്ഞാൽ എത്ര വേദനാജനകമാണ്. ഒരു ഭാര്യ ഭർത്താവിന്റെ ശവത്തിന്റെ അടുത്തിരുന്ന് കരയുന്ന പിക്ചർ നമ്മളെല്ലാവരുടെയും കരളലിയിപ്പിക്കുന്നതാണ്. എന്തിനാണ് ആ ഒരു മനുഷ്യനെ കൊന്നതുകൊണ്ട്, 28ഓളം വ്യക്തികളെ കൊന്നതുകൊണ്ട് എന്ത് ഗുണമാണ്, ആർക്കാണ് ഉണ്ടാകുന്നത്? ഇതാണ് നരാധമനായ മുഹമ്മദിന്റെ ഫിലോസഫി. അയാൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയത് ഈ വൃത്തികെട്ട രാഷ്ട്രീയം തന്നെയാണ്, ഈ വൃത്തികെട്ട മതം തന്നെയാണ്, വൃത്തികെട്ട തത്വശാസ്ത്രം തന്നെയാണ്. യഹൂദ ക്രൈസ്തവ ഗ്രന്ഥങ്ങളെടുത്ത് അവകൾക്കെതിരെ കഥകൾ എഴുതിപ്പിടിപ്പിച്ച് ദൈവമാണ് കൊടുത്തതെന്ന മട്ടിൽ വ്യാജങ്ങൾ എഴുതിപ്പിടിപ്പിച്ച് വാസ്തവത്തിൽ അവകളിൽ ഒന്നും ദൈവം കൊടുത്തതല്ല. ദൈവം കൊടുത്തതാണെങ്കിൽ ഇന്ന് സമൂഹത്തിന് സകല രാഷ്ട്രങ്ങൾക്കും തലവേദനയായി ഈ ഒരു ഫിലോസഫിക്ക് ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, അതിനകത്ത് പറയുന്ന ഒരു കാര്യങ്ങളും കേരളത്തിൽ പോലും അവർക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. ചെയ്തെടുത്താൽ മുഹമ്മദ് ജീവിച്ചതുപോലൊരു ജീവിതം അവർ കേരളത്തിൽ ജീവിക്കാൻ മെനക്കെട്ടാൽ കുറഞ്ഞ പക്ഷം പോക്സോ കേസിൽ അവരകത്താകും. പിന്നെ ചെയ്തിട്ടുള്ളതെല്ലാം മ്ലേച്ഛതകൾ തന്നെയാണ്. അതിന് മുഴുവൻ വെള്ളപൂശിക്കൊണ്ട് ഇവിടെ നടക്കുന്ന ഈ വീരവാദങ്ങളെല്ലാം ഈ പാവം കുഞ്ഞായിരിക്കുമ്പോഴേ ഇവരുടെ മസ്തിഷ്കങ്ങളിൽ കുത്തി നിറയ്ക്കുന്ന ദുർചിന്തകളാണ്. ഇവകൾ എല്ലാ രാജ്യങ്ങളിലും വിപത്തുണ്ടാക്കുകയാണ്. ഇസ്രായേൽ ഏതായാലും വിടാൻ തയ്യാറായിട്ടില്ല. ഇസ്രായേൽ ഹമാസിനെ മുഴുവൻ ഒതുക്കി ഹൂതികളെയും ഹിസ്ബുള്ളയും ഒക്കെ നിലംപരിശാക്കി. ഇസ്രായേലിൽ വഖഫ് ഭൂമി എന്ന് പറഞ്ഞ് കൈക്കൽ വച്ചിരുന്ന അലക്സ ഇരിക്കുന്ന ഇടം കൂടി കഴിഞ്ഞ ദിവസം അവർ ആയിരക്കണക്കിന് ആൾക്കാരെ പ്രവേശിപ്പിച്ചുകൊണ്ട് അവരുടെ സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നു. താമസമിന് അവിടെ യെരുശലേമിൽ ശലോമോൻ അവർക്ക് പണിതു കൊടുത്ത BC 960കളിൽ ശലോമോൻ പണിതു കൊടുത്ത ദൈവാലയം അമ്മാതിരി തന്നെ അവർ പുതുക്കി പണിയുമെന്നതിന് സംശയം വേണ്ട. അമ്മാതിരി ഒരു ദൈവാലയത്തിന്റെ മടങ്ങി വരവുണ്ടെങ്കിൽ അതിനു മുമ്പ് ദൈവമക്കൾക്ക് ഇവിടം വിട്ട് പോകേണ്ടി വരുമെന്നത് നമ്മൾ അതീവ കരുതലോടി കാണേണ്ടുന്ന ഒരു കാര്യമാണ്. ലോകരാഷ്ട്രങ്ങളെല്ലാം ഇന്ന് ഇസ്ലാമിനെതിരെ ശക്തിയോടുകൂടി എഴുന്നേൽക്കുമ്പോഴും ഇസ്ലാം മിക്കവാറും ഉള്ളിടത്ത് ശാന്തരായി ജീവിച്ചു പോകുമ്പോഴും നമ്മൾ അറിയേണ്ടത് ഈ മതം നശിക്കില്ല. ഈ മതം ലോകത്തിന് മുഴുവനും നാശമുണ്ടാക്കി അതിന്റെ അവസാനം കണ്ടിട്ട് മാത്രമേ ഈ മതം നശിക്കുകയുള്ളൂ. ഇതിന്റെ നാശത്തെക്കുറിച്ച് ബൈബിൾ ഭംഗിയായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, 2-3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അമേരിക്ക, ജർമ്മനി, ഓസ്ട്രേലിയ, കാനഡ, UK ഇത്യാദി രാജ്യങ്ങളിലെല്ലാം ഈ പൈശാചിക ശക്തി ക്രൈസ്തവർക്കെതിരെയാണ് നിൽക്കുന്നത്. ഭാരതത്തിൽ വരുമ്പോൾ അത് ഹൈന്ദവനെതിരെയാണ് നിൽക്കുന്നത്. അത് ഇസ്രായേലിലെത്തുമ്പോൾ അത് യഹൂദമതത്തിനെതിരെയാണ് നിൽക്കുന്നത്. ഇനി നിങ്ങൾ സൗദി അറേബ്യയിലോ ഇറാഖിലോ ഇറാനിലോ ഇവരുടെ മതം മാത്രമുള്ള സ്ഥലം, ഇസ്ലാം മാത്രമുള്ള സ്ഥലം നിങ്ങൾ നോക്കൂ, ഇവർ തമ്മിലടിച്ച് ചാവും. ഒരിടത്തും മാന്യമായി ജീവിക്കാൻ ഈ ജനത്തിന് കഴിയില്ല. ഇവരുടെ ഉള്ളിലേക്ക് ചെകുത്താൻ കടത്തിയിരിക്കുന്നത് അമ്മാതിരി വിഷമാണ്. സാക്ഷാൽ ലൂസിഫറിനെ കുറിച്ച് വചനം പറയുന്ന ഒന്ന് ശ്രദ്ധിക്കണേ. യെശയ്യാവ് 14:12 മുതലാണ്. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ. കണ്ടോ, മുഴുവൻ ജാതികളെയും താഴ്ത്തലാണ് ഇവന്റെ പരിപാടി. നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കും മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഈ കാര്യങ്ങളാണ് സാക്ഷാൽ ലൂസിഫർ ചെയ്ത കാര്യങ്ങൾ.
ഇതേ കാര്യങ്ങൾ തന്നെയാണ് മുഹമ്മദ് അള്ളാഹുവിന്റെ പേരിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളും. ശ്രദ്ധിച്ചോളൂ, അവന്റെ അവസാനം എന്താകുമെന്ന് കേൾക്കാം. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. ലോകത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദ ശക്തിയുടെ നേതൃത്വം സാക്ഷാൽ ലൂസിഫർ പാതാളത്തിലേക്ക് തന്നെ പോകും. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെയാക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും. കണ്ടോ? അപ്പൊ വളരെ കൃത്യമായിട്ട് ഇവൻ ചെയ്യുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി ഇവിടെ വ്യാഖ്യാനിച്ചു വച്ചിരിക്കുകയാണ്. ഇന്നേക്ക് 2400 കൊല്ലങ്ങൾക്ക് പുറകിലാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങൾ അറിയണം, ഇത് എഴുതിയതിന് ശേഷം 1000 കൊല്ലത്തിന് ശേഷമാണ് ഇസ്ലാമിന്റെ വരവെന്ന് നിങ്ങൾ അറിയണം. അപ്പൊ വളരെ വ്യക്തമായി കാര്യങ്ങൾ എഴുതിയിരിക്കുക. അതുകൊണ്ട് ജാതികളുടെ സകല രാജാക്കന്മാരും ഒട്ടൊഴിയാടെ താന്താന്റെ ഭവനത്തിൽ മഹത്വത്തോടെ കിടന്നുറങ്ങുന്നു. നിന്നെയോ നിന്ദ്യമായ ചുള്ളി പോലെയും വാൾ കൊണ്ട് കുത്തേറ്റ് മരിച്ചു കുഴിയിലെ കല്ലുകളോളം ഇറങ്ങിയവരെ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നവനായി ചവിട്ടി മതിച്ച ശവം പോലെയും നിന്റെ കല്ലറയിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. നീ നിന്റെ ദേശത്തെ നശിപ്പിച്ചു. ഓക്കെ, നിങ്ങൾ ഇസ്ലാമിന് മുഴുവൻ ദേശത്ത് അതെവിടെല്ലാം വേര് പിടിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം നശിച്ചിട്ടുണ്ട്. നിന്റെ ജനത്തെ കൊന്നു കളഞ്ഞത് കൊണ്ട് നിനക്ക് അവരെ പോലെ ശവസംസ്കാരം ഉണ്ടാകുകയില്ല. ദുഷ്ടന്മാരുടെ സന്തതിയുടെ പേർ എന്നും നിലനിൽക്കയില്ല. അവന്റെ മക്കൾ എഴുന്നേറ്റ് ഭൂമിയെ കൈവശമാക്കുകയും ഭൂതലത്തിന്റെ ഉപരിഭാഗത്തെ പട്ടണങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന്. കണ്ടോ, പിശാചിനെ കുറിച്ച് പറയുക, ചെയ്യാതിരിക്കേണ്ടതിന് അവർക്ക് അവരുടെ പിതാക്കന്മാരുടെ അകൃത്യം നിമിത്തം ഒരു കൊലനിലമൊരുക്കുവീൻ. ഇത് ചെകുത്താന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരോട് പറയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന വചനവാക്യങ്ങളാണ്. ഇത് തന്നെ ഇസ്ലാമിന് സംഭവിക്കും. എന്താ ഈ ഇസ്രായേലിനോട് അടിക്കാൻ പോയിട്ട് ചുറ്റുമുള്ള സകല രാജ്യങ്ങൾക്കും വേദനിച്ചത് കണ്ടോ? ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ അവർക്ക് വിരോധമായി എഴുന്നേൽക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സാക്ഷാൽ യഹോവ അരുളി ചെയ്യുന്നു. ബാബേലിൽ നിന്ന് പേരിനെയും ശേഷിപ്പിനെയും പുത്രനെയും പൗത്രനെയും ഛേദിച്ചു കളയുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അതിനെ മുള്ളൻ പന്നിയുടെ അവകാശവും നീർപ്പൊയ്കകളുമാക്കും. ഞാൻ അതിനെ നാശത്തിന്റെ ചൂലുകൊണ്ട് തൂത്തുവാരുമെന്നും സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവയെ ആണയിട്ട് അരുളി ചെയ്യുന്നത് ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും. ഞാൻ നിർണയിച്ചതുപോലെ നിവർത്തിയാകും. എന്റെ ദേശത്ത് വെച്ച് ഞാൻ അശൂരിനെ തകർക്കും. എന്റെ പർവ്വതങ്ങളിൽ വെച്ച് അവനെ ചവിട്ടി കളയും. അങ്ങനെ അവന്റെ മുഖം അവരുടെ മേൽ നിന്ന് നീങ്ങും, അവന്റെ ചുവട് അവരുടെ തോളിൽ നിന്ന് മാറിപ്പോകും. സർവഭൂമിയെയും കുറിച്ച് നിർണയിച്ചിരിക്കുന്ന നിർണയം ഇതാകുന്നു. സകല ജാതികളുടെയും മേൽ നീട്ടിയിരിക്കുന്ന കൈ ഇത് തന്നെ. കണ്ടോ, കർത്താവ് പറയുക, സർവഭൂമിയെയും കുറിച്ച് നിർണയിച്ചിരിക്കുന്ന നിർണയം ഇതാകുന്നു. സകല ജാതികളുടെയും മേൽ നീട്ടിയിരിക്കുന്ന കൈ ഇത് തന്നെ. 27-ാം വാക്യം, സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാർ. അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കാനാകുന്നതാ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്? വളരെ സ്ട്രോങ് ആയി. ഇന്നേക്ക് 2400 കൊല്ലങ്ങൾക്ക് മുമ്പ് കാര്യങ്ങൾ വളരെ വിശദീകരിച്ച് സംസാരിച്ചിരിക്കുമ്പോൾ ഇതിനെതിരെ അല്ലാഹു അല്ലാതെ ദൈവമില്ലെന്നും പറഞ്ഞ് വാലും പൊക്കിക്കൊണ്ട് വന്നാൽ ഈ യഹോവയോട് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണോ കരുതുന്നത്? യഹോവയായി ദൈവം പറഞ്ഞിരിക്കുന്ന ഈ വാക്യങ്ങളിൽ എവിടെയെങ്കിലും പതിരുണ്ടോ? ഒരിടത്തുമില്ല. ABC ന്യൂസുകാരൊക്കെ ഇപ്പൊ ഈ വാക്യങ്ങൾ വച്ചാണ് കാര്യങ്ങൾ അപഗ്രഥിക്കുന്നത്. നിങ്ങൾ അറിയണം, ലോകത്തിൽ സകലയിടത്തും വിഷം വിതറിക്കൊണ്ട് ഈ ഇസ്ലാമിക തീവ്രവാദം വളരുകയാണ്. ഇന്ന് നമ്മൾ ജമ്മുവിൽ കണ്ടത് നാളെ കേരളത്തിൽ കാണും, സംശയമേ വേണ്ട. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഓരോരുത്തരായി ഈ ഇസ്ലാമിന് ഇപ്പോഴും വീശിക്കൊടുക്കുകയാണ്. ഇതിനകത്ത് തിന്മ അവരിപ്പോഴും കാണുന്നില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യൻ മണ്ണിൽ നടന്ന ഈ കൂട്ടക്കൊലയ്ക്കെതിരെ അത് തെറ്റായി പോയി എന്ന് സംസാരിച്ചത് നിങ്ങൾക്കറിയാവോ? ഏതെങ്കിലും ഒരു ഇസ്ലാമിക നേതാവ് അത് പറഞ്ഞത് നിങ്ങൾ കണ്ടോ? കണ്ടില്ല. എന്താ കാര്യം? ഇവരെല്ലാം പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് ഈ നടക്കുന്നത്. ഇവരെല്ലാം ഇതിന് സപ്പോർട്ടാണ്. ഇതിന് ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ പിൻവലിക്കണം. മലീമസമായ ഫിലോസഫികൾ നിറഞ്ഞിരിക്കുന്ന തലച്ചോറുകൾക്ക് നേരെ നിറയൊഴിക്കുന്നതിനേക്കാൾ അധികം ഇനിയുള്ള തലമുറകളുടെ തലച്ചോറിലെങ്കിലും ഇവകൾ നിറയ്ക്കാതിരിക്കേണ്ടതിന് ഈ തത്വശാസ്ത്രത്തെ കൂട്ടിയിട്ട് കത്തിക്കണമെന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ഈ പ്രത്യയശാസ്ത്രത്തിന് മാറ്റം വരാതെ ഈ ജനത്തെ മാറ്റാനാവില്ല. ഈ ജനത്തെ ഒരിക്കലും മാറ്റാനാവില്ല. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ നല്ല ഭാവിക്കായി
നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് ശ്രമിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.